നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസ് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് സർവീസാണ് നെക്സ്റ്റ് വീക്ക് എന്ന്. തേർഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ആ തേർഡ് സർവീസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, മുമ്പ് എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു, ആൻഡ് കോസ്റ്റ് എത്രയായി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സർവീസിന് കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ബോർഡിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റ് എന്ന് ചെറിയൊരു ലാഗല്ല ആക്ച്വലി ചില സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കഴിയുമ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഓഫായി കിടക്കുമായിരിക്കും. അത് അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ ഗിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഓഫാണെന്നുള്ളത്. പിന്നെ നമ്മൾ വണ്ടി നിർത്തി കീ ഓഫ് ചെയ്ത് ഓണാക്കുമ്പോഴാണ് വീണ്ടും അത് ഓണായിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. സോ സർവീസിന് രാവിലെ കൊടുത്തു, നോർമലി പോലെ തന്നെ വൈകിട്ട് അവർ വണ്ടി തന്നു. ബാക്കിലെ ലൈറ്റ് റെഡി ആക്കിയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടില്ല, ബില്ലിൽ ചേഞ്ച് ആയതൊന്നും കണ്ടില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റിൻ്റെ കാര്യം അവർക്ക് ചെക്കിങ്ങിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് അവർ എന്തോ അഡീഷണൽ സാധനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്തോ പിന്നെ എനിക്ക് കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ട് ഇപ്പോൾ നിയർ 1 വീക്ക് ആവാറായി. ഇതുവരെ പിന്നെ ആ കംപ്ലയിൻറ്റ് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇനി അഥവാ വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സർവീസിലുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച്, നോർമലി എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ ചേഞ്ച്, ഫിൽറ്റേഴ്സ് മാറും, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, എൻജിൻ ഓയിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ കൊടുത്തതിന് ശേഷം സർവീസ് സെൻ്ററിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിൽ ബ്രേക്ക് പാഡ് ഏകദേശം തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വിളിച്ചിട്ട് അതിൻ്റെ കോസ്റ്റൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ബൈബറിൻ്റെ തന്നെ ബ്രേക്ക് പാഡ് 500 റുപ്പീസാണെന്ന് പറഞ്ഞു. ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അഡീഷണലി ചേഞ്ച് ചെയ്യേണ്ടി വന്ന ഒരു കാര്യം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം ഈ സർവീസിൽ ചേഞ്ച് ആവുന്നതാണ്. ഇതെല്ലാം കൂടി എനിക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 3700 ആണ്. ഇത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അത് ബ്രേക്ക് പാഡൂടെ വന്നതുകൊണ്ടാണ് എനിക്ക് 3700 എത്തിയത്, അല്ലെങ്കിൽ 3000 തീരേണ്ടതാണ്. കോസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3000 ആണ് എമൗണ്ട് വരിക എന്നാണ്. പിന്നെ ആ ബ്രേക്ക് പാഡ് അഡീഷണൽ വന്നതുകൊണ്ട് ഒരു 3700 അടുത്ത് എമൗണ്ട് വന്നിട്ടുണ്ട്. അത്രയും എമൗണ്ട് ആയിട്ടുള്ളൂ. ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കൂടുതൽ എമൗണ്ട് ഒന്നും വന്നില്ല. ആ ഒരു എമൗണ്ടിൽ തന്നെ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. സോ തേർഡ് സർവീസിൽ ആ ഒരു എമൗണ്ടാണ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കംപ്ലയിൻറ്റ്സ് എനിക്കിതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കങ്ങനെ കൂടുതൽ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് ഒന്നും ചിലവാകേണ്ടി വന്നില്ല. 3000 ആണ് തോന്നുന്നു ബേസ് എമൗണ്ട്, നോർമലി തേർഡ് സർവീസിന് വരുന്ന എമൗണ്ട്. അതിൻ്റെ കൂടെ ബ്രേക്ക് പാഡ് വന്നപ്പം ആ ഒരു 3700 വന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. സർവീസ് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് പുതിയതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. കൊടുക്കുമ്പോഴേ വണ്ടി ഓക്കെ ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ സർവീസ് ചെയ്തത് കൊച്ചിൻ TVS തന്നെയാണ്, വൈറ്റില. എനിക്ക് അവരുടെ സർവീസ് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇത്രയും കാലമായിട്ട്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വരാണ്ടിരിക്കട്ടെ. ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് കുറച്ചുകൂടെ സ്മൂത്തായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഒരു ഹാർഡ്നെസ് എനിക്ക് ലാസ്റ്റിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ചുകൂടെ സ്മൂത്തായ പോലെ ഉണ്ട്. അവരെന്താ ചെയ്തെന്ന് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ കൂളൻറ്റിൻ്റെ ടോപ്പപ്പ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൂളൻ്റ് എനിക്ക് ഇതിന് മുന്നേ കുറച്ച് സ്പീഡപ്പായിട്ട് കുറയുന്ന പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥയുടെയും നമ്മുടെ ചൂടിൻ്റെ കൂടുതലിൻ്റെയൊക്കെ ആയിരിക്കാം. അവർ കുഴപ്പമൊന്നുമില്ല, വേറെ ലീക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അത് നോർമലി വണ്ടിയുടെ ഹീറ്റ് കൊണ്ട് തന്നെ തീർന്നതെന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അത് ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 1750 രൂപയാണ് ഓയിലിന് മാത്രം എമൗണ്ട് വരുന്നത്. ഈ സർവീസിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ആ ഒരു എൻജിൻ ഓയിലാണ്. വേറൊന്നും അത്ര മാത്രം കോസ്റ്റ്ലി അല്ല. പിന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ അറിയാൻ പറ്റും. മൈ വെഹിക്കിൾസിൽ സർവീസിൽ ഇവിടെ കാണാൻ പറ്റും അടുത്ത സർവീസ് എന്നാന്നുള്ളത്. എനിക്ക് കാണിക്കുന്നത് ഇനി 2025 5 മാസം 18-ാം തീയതിയാണ് കാണിക്കുന്നത്. ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് എത്ര ദിവസം ആയെന്നും കാണിക്കും, എത്ര കിലോമീറ്റർ ആയെന്നും കാണിക്കും. അതുകൊണ്ട് നമുക്കിനി നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്ത ഡേറ്റ് എന്നാൽ നമ്മൾ മറന്നുപോയാലും നമുക്കിതിനകത്ത് റെക്കോർഡാണ്. ഇതിനകത്ത് നമുക്ക് സർവീസ് ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ കഴിഞ്ഞു എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് 5000 ആയിക്കഴിഞ്ഞാൽ നേരെ സർവീസിന് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡേറ്റും കാണിക്കുന്നതുകൊണ്ട്, അടുത്ത ഡ്യൂ ഡേറ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ആ സർവീസ് സമയമാവും. ഒരു 4 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് വാണിംഗ് വന്നു തുടങ്ങും. ഡ്യൂ ഡേറ്റ് ആയി എന്നും പറഞ്ഞിട്ട് നമുക്ക് മീറ്ററിൽ വാണിംഗ് കാണിച്ചുകൊണ്ടിരിക്കും.
സോ നമുക്ക് മറന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, സർവീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ വണ്ടീനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനോ പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ റീപ്ലൈ തരാം. നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുള്ള വണ്ടിയുടെ റിവ്യൂ, RTR 310 റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. ഒരു യൂസർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. കേട്ടില്ല, കയറുമോ? വണ്ടിയുടെ വീതി ഉണ്ടോ? ആണോ? നോക്കാല്ലേ, പോയി നോക്കാം. ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞേ. ഓ മൈ ഗാഡ്, കുഴിയാണല്ലോ.